ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിന്ന് ഒരുപാട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ. ഒരുപാട് ഗുണങ്ങളുള്ള വളരെ നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് ഹൈഡ്ര ഫേഷ്യൽ. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഹൈഡ്ര ഫേഷ്യൽ പാർലറിൽ പോയി ചെയ്യാൻ പറ്റുന്ന വിലയല്ല. ഏകദേശം 6000 രൂപ വരെയൊക്കെയാണ് പാർലറിൽ ഇതിന് കോസ്റ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സിമ്പിളായിട്ട്. അപ്പം ഞാനിവിടെ എടുത്തുള്ളത് പാലാണ്, കാച്ചാത്ത പച്ചപ്പാല്, നല്ല കട്ടിയുള്ള പാലാണ് എടുക്കേണ്ടുന്നത്. ഒരു ചെറിയൊരു പാത്രം എടുക്കുക, അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്തിട്ടുണ്ട്. പാലിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഹൈഡ്ര ഫേഷ്യലിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്, ക്ലെൻസിങ്. അപ്പോൾ പാലും ഗ്ലിസറിനും, പാല് നല്ല സ്കിന്നിനൊക്കെ ന്യൂട്രീഷൻ കിട്ടുന്നതും അതുപോലെ നല്ല ക്ലെൻസിങ് കിട്ടുന്നതുമാണ് പാല്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് സ്റ്റെപ്പ് രണ്ടാമത്തത്, എക്സ്ഫോളിയേഷനാണ്. അപ്പോൾ ഇവിടെ സ്ക്രബിങ് എന്നുള്ളൊരു പരിപാടിയില്ല. എക്സ്ഫോളിയേഷനായിട്ട് നമുക്കിവിടെ ഒന്നുകിൽ മസൂർ ദാലിൻ്റെ പൗഡർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടലമാവ്, വെറും സാധാരണ നമ്മുടെ കുടിക്കുന്ന പച്ചവെള്ളം ചേർത്താണ് ഇത് മിക്സ് ചെയ്യാനുള്ളത്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കടലമാവ് എടുക്കാം. അതിനകത്തേക്ക് നോർമൽ വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഇതാണ്. ഇത് തേച്ച് ഒന്ന് മസാജ് കൊടുത്ത് 5 മിനിറ്റോളം ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതിയാവും. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ഉണങ്ങാൻ വേണ്ടി ഒരു മാസ്ക് ആയിട്ട് വെക്കാനുള്ളതല്ല ഈ കടലമാവ്. നമ്മുടെ സ്കിന്നിലെ അഴുക്കെല്ലാം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്, മസാജിങ് ക്രീമാണ് തയ്യാറാക്കാനുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീറ്റ്റൂട്ടിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുള്ള ജ്യൂസാണിത്. അപ്പോൾ ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റ്റൂട്ട് ജ്യൂസും അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ടുന്നത് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടറാണ്. ഇപ്പോൾ ഗ്ലിസറിൻ ഇതുപോലെ മിക്സ് ചെയ്ത റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ് വാട്ടറും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗ്ലിസറിനും സെപ്പറേറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ബീറ്റ്റൂട്ട് ജ്യൂസ്, അലോവേര ജെല്ലും ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി മിക്സായി ചെയ്തെടുക്കാൻ ഒരല്പ സമയമെടുക്കും. നമ്മളൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ക്രീം കൺസിസ്റ്റൻസിയിലായി കിട്ടും. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് 4ാമത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള മാസ്കാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓണാക്കി കൊടുത്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് മാസ്ക് തയ്യാറാക്കാം. മാസ്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് മൾട്ടാണി മിട്ടിയും യൂസ് ചെയ്യാം. ഇത് രണ്ടിലും എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അരിപ്പൊടി കൊണ്ടുള്ള മിക്സാണ്. അതുകൊണ്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. മൾട്ടാണി മിട്ടി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും ഉപയോഗിക്കാം. ഇത് രണ്ടായാലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗ്ലിസറിനാണ്. അരിപ്പൊടി മിക്സ് ചെയ്ത് ഒരു ക്രീം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. ഗ്ലിസറിൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്, അതായത് മാസ്ക്. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ക്ലെൻസിങ്ങിനായിട്ട് പാലും ഗ്ലിസറിനും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു കോട്ടൺ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം മുഖത്ത് മൊത്തം ഇത് അപ്ലൈ ചെയ്യാം. കഴുത്തിലും കണ്ണിന് ചുറ്റും എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മറ്റൊരു കോട്ടൺ എടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് അത് ക്ലെൻസിങ് കഴിഞ്ഞു. ആ പ്രോസസ്സിന് ശേഷം പിന്നെ 2ാമത്തെ പ്രോസസ്സാണ് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് മുഖത്തും കഴുത്തിലും എല്ലാം ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു മസാജാണ് കൊടുക്കുന്നത്. 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കഴുത്തും മുഖവും എല്ലാം നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കോട്ടൺ കൊണ്ട് അല്ലെങ്കിൽ ഒരു നനഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള തുണി കൊണ്ട് നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. വെള്ളം കൊണ്ടാണ്, നോർമലായിട്ടുള്ള വെള്ളം കൊണ്ടാണ് തുടച്ചെടുക്കേണ്ടുന്നത്, വെള്ളം മുക്കി തുണി കൊണ്ട്. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, മസാജിങ് ക്രീം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് ജ്യൂസ്, അലോവേര ജ്യൂസും ഗ്ലിസറിനും റോസ് വാട്ടറും ചേർത്തിട്ടുള്ള ക്രീം പോലുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കൊണ്ടും ഒരു മസാജാണ്, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഇത് ഹൈഡ്ര
ഫേഷ്യൽ എന്ന് പറയുന്നത് തന്നെ സ്കിന്നിന് കൂടുതൽ ന്യൂട്രീഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുന്നതുമാണ്. പ്രത്യേകിച്ച് ഈ മൺസൂൺ സീസണിലും അതുപോലെ സമ്മർ സീസണിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കിൻ ഒരുപാട് ഡീഹൈഡ്രേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈഡ്രേഷൻ കൊടുക്കുന്ന ഒരു ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ. അപ്പം ബീട്രൂട്ടിൽ നിന്നും അതുപോലെ ഗ്ലിസറിനും റോസ് വാട്ടറിൽ നിന്നും അലോവേര ജ്യൂസിൽ നിന്നും എല്ലാം കിട്ടുന്ന ന്യൂട്രിയൻസ് സ്കിന്നിനെ നല്ലോണം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റും അതുപോലെ കഴുത്തിന് അടിയിലും ബാക്ക് സൈഡിലും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയെങ്കിലും ഈ ഒരു മസാജിങ് ചെയ്യുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കോട്ടൺ കൊണ്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊരു തുണിയിൽ വെള്ളം മുക്കിയതിന് ശേഷം നന്നായിട്ട് മുഖത്ത് ഒപ്പി അമർത്തി തുടച്ചെടുക്കാം. ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ മാസ്കാണ്. അപ്പോൾ നമ്മളിത് ബീട്രൂട്ട് തേച്ചിട്ട് തുടച്ചെടുക്കുമ്പം തന്നെ ആ കഴുത്തിലൊക്കെ വന്ന വ്യത്യാസം നോക്കിക്കേ, എന്ത് ലൈറ്റായിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന കളറിൽ നിന്നും. ഇനി നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്യുകയാണ്. മൾട്ടാണി മിട്ടി അല്ലെങ്കിൽ ഞാനിവിടെ റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. റൈസ് പൗഡറും ഗ്ലിസറിനും ചേർത്ത മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ്. ഇതിന് മസാജിങ് ഒന്നും വേണ്ട, ശ്രദ്ധിക്കുക, ഇതിനെ മസാജിങ് ചെയ്യേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് ഇത് സ്കിന്നിലൊന്ന്, ഇത് ഗ്ലിസറിൻ ചേർത്തായിട്ടുണ്ട്, ഉണങ്ങി വലിയുന്ന ഒന്നുമില്ല. 10 മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ ഒരു കോട്ടൺ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി മുക്കിയതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി തുടച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ചെറുതായിട്ട് ഒഴിച്ച് മുഖം കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഇത് ഇങ്ങനെ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ എല്ലാം ചെയ്തതിന് ശേഷം ഏത് ഫേഷ്യലായാലും ഏത് സ്ക്രബിങ് നമ്മൾ ഉപയോഗിച്ചാലും അതിനുശേഷം റോസ് വാട്ടർ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ ഒരു രീതിയിലൊക്കെയാണ്. അപ്പം മസാജിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുക. സോഫ്റ്റ് ആയിട്ടുള്ള മസാജിങ് ആണ് ചെയ്യുന്നത്. സ്കിന്നിന് ഒരുപാട് ഗുണം കിട്ടുന്ന നല്ലൊരു ഡിഫറൻസ്, ഒറ്റ ഒരു ഫേഷ്യൽ കൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസ് കിട്ടുന്ന വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈഡ്രാ ഫേഷ്യലാണിത്. കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് ആഴ്ചയിൽ ഒരു ദിവസം ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനലിലെത്തിയിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പുതിയൊരു വീഡിയോ ചെയ്യുന്നതിനുള്ള എനിക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമാണ് നിങ്ങൾ തരുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത്. ഹൈഡ്രാ ഫേഷ്യൽ കൂട്ടുകാർക്കായിട്ട് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.